9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയതിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കുകയാണ് കുട്ടിയുടെ അമ്മ പ്രസീത. ഇപ്പോഴും മകളുടെ നില ഗുരുതരമായി തുടരുകയാണ്. സാഹചര്യങ്ങൾ വിലയിരുത്തിയെന്നും അന്വേഷിക്കട്ടെ എന്നും മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് എന്നും പ്രസീത പറഞ്ഞു. ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറിയുണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്നും കാര്യമില്ല, അതിലങ്ങനെ വെച്ച് കെട്ടിയതാണ്. അവർ ചോര വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു മുറിന്ന്. അപ്പോൾ അവർ കുറച്ച് ഓലമേനും വെച്ച് പിന്നെ പ്ലാസ്റ്റർ അങ്ങനെ ഇട്ടതാണ്. 25-ാം തീയതി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേദനയുണ്ട്, കുറച്ച് വീക്കമുണ്ട്, കൈ നമുക്ക് വിരലുകൾ ഇങ്ങനെ ആക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ആക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഇത്തിരി ആക്കിയാൽ മതി പറഞ്ഞു. ഞാൻ ആക്കുമ്പോൾ അവൾക്ക് വേദനിക്കുന്നു പറയണു പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, എല്ല് 2 പൊട്ടിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അവർ. സംഘടന പറയുന്നത് നിങ്ങൾ 30-ന് മാത്രമാണ് ആശുപത്രിയിൽ എത്തിയത്. അല്ല ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒ പി ടിക്കറ്റേ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. ഹോസ്പിറ്റലുകാർ അതിൻ്റെ പ്രൊട്ടക്ഷനല്ലേ നോക്കുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ചോദിക്കാനും പറയാൻ ആരും ഒന്നും ഇല്ല. കുട്ടിക്ക് ഇൻഫെക്ഷൻ കുറച്ചുണ്ട്, കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ICU തന്നെയാണ്. പരാതി മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക്. എൻ്റെ കുട്ടിൻ്റെ കൈ പോയി, അതിനുള്ള ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റുകാർ തന്നെ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. എൻ്റെ മകൾക്ക് നീതി വേണം. എൻ്റെ മകൾക്ക് എന്നല്ല, ഇപ്പം നാളെ ആരാണെങ്കിലും പോയാൽ അവർക്കൊരു നീതി വേണ്ടേ.